അമേരിക്കൻ പ്രസിഡന്റ് മുതൽ കേരള മുഖ്യമന്ത്രി വരെയും പോലീസ് ഐ ജി മുതൽ കൂലിപ്പണിക്കാരൻ വരെയും ഒരു ചോദ്യവും തിരിച്ചു ചോദിക്കാതെ അനുസരിക്കുന്ന ഒരേ ഒരു സ്ത്രീ ഉണ്ട് ലോകത്തിൽ. അവർ ആരാണെന്ന് അറിയാമോ? നിങ്ങൾ തിരയുന്ന ആ ഗൂഗിൾ ചേച്ചി ഇവിടെയുണ്ട്. നമ്മുടെ ഫോണിലും വാഹനങ്ങളിലും ഒക്കെ വഴി തിരയാനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന GPS-ലെ ആ ശബ്ദത്തിനുടമ. ചിലർ കളിയാക്കി ഗൂഗിൾ ചേച്ചി എന്നും ഗൂഗിൾ അമ്മായി എന്നും ഒക്കെ വിളിക്കുന്ന, നമുക്ക് വഴി കാട്ടിത്തരുന്ന, നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ആ ചേച്ചിയുടെ പേര് കാരൻ ജേക്കബ്സൺ എന്നാണ്. പരിചയമില്ലാത്ത വഴിയാണെങ്കിലും ഗൂഗിൾ മാപ്പിട്ട് മുന്നോട്ട് പോകാൻ ധൈര്യം തരുന്ന ആ സ്ത്രീ ശബ്ദത്തിന്റെ ഉടമ. ഗൂഗിൾ ഡ്രൈവിംഗ്, ഡയറക്ഷൻ, ഗാർമിൻ, ടോം ടോം, നാവ്മെൻ എന്നീ ലോകോത്തര GPS സിസ്റ്റങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് തങ്ങൾക്ക് എത്തേണ്ടുന്ന സ്ഥലത്ത് എത്താൻ സഹായിക്കുന്ന ശബ്ദത്തിനുടമ. ഓസ്ട്രേലിയയിൽ അറിയപ്പെടുന്ന ഒരു ഗായികയായിരുന്നു അവർ. TV ഓണാക്കിയാൽ അവളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ സാധിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ TV-യിൽ നിറഞ്ഞു നിന്ന ഗായിക. ഓസ്ട്രേലിയയിലെ മാക്കയിലാണ് കാരൻ ജനിക്കുന്നത്. പാട്ടുകാരിയാകാൻ മോഹിച്ചാണ് അമേരിക്കയിലേക്ക് എത്തുന്നത്. 7 വയസ്സുള്ളപ്പോൾ TV-യിൽ കണ്ട ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ പാട്ടുകാരി ഒലിവിയ ന്യൂട്ടൺ ജോണിനെ പോലെ ലോകമറിയുന്ന കലാകാരിയാകുന്നതും സ്വപ്നം കണ്ടുള്ള യാത്ര. ബ്രിസ്ബെയിനിൽ പഠനം, ഒപ്പം സംഗീതത്തോടുള്ള അഭിനിവേശവും കെടാതെ സൂക്ഷിച്ചു. സിഡ്നിയിൽ വെച്ചാണ് വോയിസ് ഓവർ നൽകാൻ തുടങ്ങിയത്. പിന്നീട് ന്യൂയോർക്കിലേക്ക് മാറിയത് കരിയറിൽ വഴിത്തിരിവായി മാറി. ന്യൂയോർക്കിലേക്ക് താമസം മാറ്റി ആദ്യ വർഷത്തിലാണ് കാരനെ തേടി കരിയർ തന്നെ മാറ്റിമറിച്ച ഫോൺ കോൾ എത്തുന്നത്. ഒരു സ്പീച്ച് വോയിസ് സിസ്റ്റത്തിന് ശബ്ദം നൽകാനുള്ള വിളിയായിരുന്നു അത്. ആ വോയിസ് ഓവറിൽ നിന്നാണ് ദ GPS ഗേൾ എന്ന ബ്രാൻഡിലേക്ക് കാരൻ വളരുന്നത്. കേൾക്കാൻ ഏറ്റവും സുഖപ്രദമായ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ ആക്സെന്റ് ആണെന്ന് സൗണ്ട് എഞ്ചിനീയർമാർ കരുതി. അതുകൊണ്ടാണ് GPS-ന് ശബ്ദമാകാൻ തനിക്ക് നറുക്ക് വീണത് എന്നാണ് കാരൻ പറയുന്നത്. 2002-ൽ ആദ്യ GPS സിസ്റ്റത്തിനായി 50 മണിക്കൂർ ദൈർഘ്യമുള്ള ഓഡിയോയാണ് കാരൻ റെക്കോർഡ് ചെയ്തത്. അതിൽ തന്നെ അപ്രോക്സിമേറ്റ്ലി എന്ന വാക്കിന്റെ മാത്രം 168 വേർഷനുകളുണ്ട്. എന്തിനെന്ന് അറിയിക്കാതെയാണ് 50 മണിക്കൂറുകൾ ദൈർഘ്യമുള്ള അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പൊതുവായ ട്രാഫിക് സംജ്ഞകളും സാങ്കേതിക പദങ്ങളും റെക്കോർഡ് ചെയ്ത ശേഷം കമ്പ്യൂട്ടർ സാങ്കേതികത ഉപയോഗിച്ച് റോഡുകളുടെയും തെരുവുകളുടെയും പേരുകൾക്ക് അനുസൃതമായി കൃത്രിമമായി ആ സ്വരം സൃഷ്ടിച്ച് സംശ്ലേഷണം ചെയ്യുന്ന രീതിയാണ് അവർ ഉപയോഗിച്ചത്. അവ ചെറു വരികളിലായി അവൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ഏതോ ടെക്സ്റ്റ് ടു സ്പീച്ച് സിസ്റ്റത്തിനായിട്ടാണ് ഇവ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് മാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ. 2004-ൽ ഒരു സുഹൃത്ത് അവളെ വിളിച്ച് അവളുടെ ശബ്ദമാണ് തങ്ങൾ ഡ്രൈവ് ചെയ്തപ്പോൾ ഉപയോഗിച്ച GPS-ൽ കേട്ടത് എന്ന് പറഞ്ഞപ്പോഴാണ് താൻ അന്ന് റെക്കോർഡ് ചെയ്തതൊക്കെ GPS-ന് വേണ്ടി ആയിരുന്നു എന്ന് അറിയുന്നത് തന്നെ. GPS എന്നാൽ എന്താണെന്ന് വരെ അന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ലോകത്തിലുള്ള ഏതൊരു പുരുഷനും എതിർത്തൊന്നും പറയാതെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരേ ഒരു സ്ത്രീ കൂടിയാണ് താനെന്ന് അവർ തമാശ രൂപേണ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയായ പ്രഭാഷകയും കൺസേർട്ട് അവതാരകയും 2 ജേണലുകളുടെ എഴുത്തുകാരിയുമാണ് കാരൻ. പാട്ടെഴുത്തുകാരി കൂടിയായ കാരന്റെ പേരിൽ 2 ആൽബങ്ങളുമുണ്ട്. പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് എന്ന മ്യൂസിക്കൽ പ്രസന്റേഷന്റെയും കാരന്റെയും തന്റെ ഓർമ്മക്കുറിപ്പായ മാക്കേ ടു മൻഹാട്ടന്റെയും കമ്പോസർ കൂടിയാണിവർ. The GPS Girl, Road Map for Future, Recalculate Direction for Driving Performance Success എന്നിവയാണ് കാരന്റെ മറ്റു പുസ്തകങ്ങൾ.